ക്രിസ്മസിനോടനുബന്ധിച്ച് 2 ദിവസം കേരളത്തിലെ ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ നടന്നത് റെക്കോർഡ് മദ്യവിൽപ്പന. ഡിസംബർ 24, 25 തീയതികളിലായി 152.06 കോടി രൂപയുടെ മദ്യമാണ് ആകെ വിറ്റത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 24.5% വർധനവാണ് ഇത്തവണയുണ്ടായത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, വർഷം ചെല്ലുന്തോറും റെക്കോർഡ് മദ്യവിൽപ്പനയാണ് കേരളത്തിൽ. എന്താണ് വിശദാംശങ്ങൾ? അതുല്യ, കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ മദ്യവിൽപ്പന ഇത്തവണയും നടന്നിട്ടുണ്ട്. ക്രിസ്തുമസ് ദിനത്തിൽ, അതോടൊപ്പം തന്നെ ക്രിസ്തുമസ് ഈവായ തലേ ദിവസത്തും നടന്ന മദ്യവിൽപ്പനയിൽ ഇപ്പോൾ പൂർണ്ണമായും 152.06 കോടി രൂപയ്ക്കാണ് വിൽപ്പന ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ വർഷം 122.14 കോടി രൂപയായിരുന്നു. അതിപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റമുണ്ടായി. ഏതായാലും മദ്യത്തിന് വില ഉയരുന്നതും അതോടൊപ്പം മദ്യത്തിൻ്റെ ഉപയോഗം കൂടുന്നതും തന്നെയാണ് ഇതിനുള്ള കാരണം. ഏതായാലും ക്രിസ്മസ് ദിനത്തിന് 25-ന് തലേ ദിവസവുമായി 24.50% തുകയുടെ വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മദ്യവിൽപ്പന കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ബിവറേജസ് ഔട്ട്ലെറ്റിലൂടെ തന്നെ ഡിസംബർ 25-ന് 54.64 കോടിയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. കഴിഞ്ഞ വർഷം ഇത് 51.14 കോടി രൂപയായിരുന്നു. ഡിസംബർ 25-ലെ വിൽപ്പന കഴിഞ്ഞ വർഷത്തേക്കാൾ 6.84% വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഡിസംബർ 24-ന്റെ കണക്കാണെങ്കിൽ 71.40 കോടിയുടെ വെയർഹൗസുകളിലൂടെയുള്ള വരുമാനം 26.02 കോടി രൂപയുടെയാണ്. ആകെ 97.42 കോടിയുടെ മദ്യമാണ് 24-ാം തീയതി മാത്രം വിറ്റത്. 2023 ഡിസംബർ 24-ന് 71 കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. ഏതായാലും വലിയ മാറ്റമാണ്. ഈ 24-ാം തീയതിയുടെ കണക്ക് പ്രകാരം 37.21% വിറ്റുവരവാണ് വർദ്ധിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ക്രിസ്തുമസ് ദിനാഘോഷങ്ങളുടെ ഭാഗമായി മദ്യവിൽപ്പന വളരെ മുന്നിലാണ് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് കണക്കുകളെല്ലാം. അതുല്യ, ക്രിസ്മസ് ആഘോഷങ്ങളോടനുബന്ധിച്ച് കേരളത്തിൽ വിറ്റത് റെക്കോർഡ് മദ്യവിൽപ്പനയാണ് ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.